ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യയിലെ നാവികസേനയുടെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള യുദ്ധക്കപ്പലായ ഐ.എൻ.എസ്. കുക്രിയെ കുറിച്ചാണ്. ഐ.എൻ.എസ്. കുക്രി ഒരു ഫ്രിഗറ്റ് വിഭാഗത്തിൽ, അതായത് യുദ്ധക്കപ്പലാണ്. ഇത് 1958 ഇന്ത്യയിൽ നാവികസേനയിൽ സേവനത്തിൽ പ്രവേശിച്ചു. 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ക്യാഷോ UPയും രണ്ടോടെ എടുക്കുന്നതാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് ഡിസംബർ 9 പാകിസ്ഥാൻ നാവികസേനയുടെ സബ്മറൈനായ PNS ഹാങ്കർ നടത്തിയ ടോർപിഡോ ആക്രമണത്തിലാണ് ഐ.എൻ.എസ്. കുക്രി മുങ്ങിയത്. ഈ സംഭവത്തിൽ കപ്പലിലെ 176 നാവികരാണ് വീരമൃത്യു മരിച്ചത്. ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു മഹേന്ദ്രനാഥ് മുല്ല. ഈ കപ്പൽ മുങ്ങുമ്പോഴും അദ്ദേഹം സഹപ്രവർത്തകരെ രക്ഷിക്കാനാണ് കൂടുതലും ശ്രമിച്ചത്. ഈ കപ്പലിൽ നമുക്ക് അകത്ത് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ല, പക്ഷെ ഫോട്ടോസ് എടുക്കാം. അതുകൊണ്ട് ഇനി കൂടുതലും അങ്ങോട്ട് ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളുടെ ഫോട്ടോസ് ആയിരിക്കും. മഹേന്ദ്രനാഥ് മുല്ലയ്ക്ക് രാജ്യം മഹാവീർ ചക്ര ബഹുമതി നൽകി ആദരിച്ചു. അന്ന് ഈ കപ്പലിൽ വെച്ച് ജീവൻ നഷ്ടമായ നാവികരുടെ ഫോട്ടോസ് എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ക്യാപ്റ്റന്റെ റൂമാണ്. കപ്പലിന്റെ അകത്ത് കൂടെ നമ്മൾ നടക്കുമ്പോൾ അധികം സ്പേസ് ഒന്നുമില്ല. ഇടുങ്ങിയ വഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഓരോ പോയിന്റിലും കൃത്യമായിട്ട് വിശദീകരണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. താഴത്തെ ഡെക്കുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകളാണിത്, പക്ഷെ ഇത് പെർമനന്റ്ലി ക്ലോസ്ഡ് ആണ്. അതുപോലെ ഇത് കപ്പലിന്റെ അകത്ത് അന്നത്തെ നാവികർ ഉപയോഗിച്ചിരുന്ന അടുക്കളയാണ്. ഗൂർഖ കത്തികളുടെ മോഡലുകളാണ് ഈ കാണുന്നതെല്ലാം. ഈ കാണുന്നതാണ് കപ്പലിലെ വഴികൾ. അതുപോലെ തന്നെ ഈ വെച്ചിരിക്കുന്നത് ഓരോ റാങ്കുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഓഫീസേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. അതുപോലെ തന്നെ അവരുടെ ബാഡ്ജിന്റെ ഡീറ്റെയിൽസ്. ഈ കാണുന്നത് രാജ്യം നൽകുന്ന ഓരോ ബഹുമതികളുടെ മോഡലുകളാണ്. ഇതിൻ്റെ അകത്ത് വയറുകളൊക്കെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇതൊരു മെഡിക്കൽ ഏരിയ ആണ്. കപ്പലിന്റെ ചെറിയ ചെറിയ മോഡലുകളാണ് ഈ റൂമിലുള്ളത്. ചെറിയൊരു വീഡിയോ പ്രസന്റേഷൻ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ മുകളിലത്തെ ഡെക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള ഹെലിപാഡാണ് ഈ കാണുന്നത്. ഇതിൽ നിന്നാണ് കപ്പലിൽ നിന്ന് ഫയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് സൺസെറ്റ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അടുത്ത ഡെക്കിലേക്കുള്ള സ്റ്റെപ്പും മുകളിൽ കാണുന്നത് റഡാർ പോലത്തെ സംവിധാനങ്ങളാണ്. ഈ റൂമിൽ നമുക്ക് ഇതിന്റെ ചരിത്രം മൊത്തം വിശദീകരിച്ചു തരുന്ന ഒരു ഗൈഡുണ്ട്. ക്യാപ്റ്റന്റെ സീറ്റ്, അതുപോലെ തന്നെ കപ്പലിൽ നിയന്ത്രിച്ചിരുന്ന ഭാഗങ്ങളാണ്. ഈ കാണുന്ന എല്ലാം ക്യാമറകളാണ്. ഈ QR കോഡൊക്കെ സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെ നമ്മൾ കപ്പലിൻ്റെതായ കാഴ്ചകൾ കണ്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുവാണ്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കുക്രിയുടെ. അതുപോലെ തന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ താഴത്തേക്കാണ് ഇറങ്ങുന്നത്. താഴത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പ് വളരെ സൂക്ഷിച്ച് വേണം ഇറങ്ങാനായിട്ട്. കുത്തനെയുള്ള സ്റ്റെപ്പാണ്. ഈ റോക്കറ്റ് ലോഞ്ചേഴ്സ് ഒക്കെ നമുക്ക് അടുത്ത് നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേകതരം ഫീലാണ്. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് തോന്നും ഇവിടെ നിന്ന് ഈ കപ്പൽ മൊത്തത്തിൽ കാണുമ്പോൾ. ഒരു നിമിഷം ഇതിൽ നിന്ന് മിസൈലുകളൊക്കെ പോകുന്നത് നമ്മൾ ചിന്തിച്ചു പോകും. ഈ ഫ്രണ്ടിലെ ഡെക്കിൽ ഫോട്ടോ എടുക്കാനായിട്ട് വലിയൊരു തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ഐ.എൻ.എസ്. കുക്രി ഇന്ത്യൻ ചരിത്രത്തിന്റെ വലിയൊരു ഭാഗമാണ്. നിങ്ങൾ ഈ വഴി വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതൊന്ന് കണ്ടുപോകുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പോകുന്ന വഴിക്ക് പണ്ട് കാലത്തെ ഒരു പള്ളിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടു. ഇതൊന്നും ഇപ്പോൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഇവിടുന്ന് നമ്മൾ അടുത്തത് മെയിനായിട്ട് പോകാൻ ഉദ്ദേശിച്ചത് നായിഡ കേവ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹോട്ടലുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കണ്ടിരുന്നു. പക്ഷേ നമ്മൾ അവിടെ ചെന്നതിന് ശേഷമാണ് അറിഞ്ഞത് ഓപ്പൺ അല്ല എന്നുള്ള കാര്യം. അത് പെർമനൻ്റ്ലി എന്തോ ക്ലോസ് ചെയ്തേക്കാണ്. ഈ കാണുന്നൊരു ഹെറിറ്റേജ് വാക്ക്വേ ആണ് ബീച്ചിനോട് ചേർന്ന്. ഇവിടെ 2-3 ബീച്ചുകളെല്ലാം ഉണ്ട്. സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും പോയി എൻജോയ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പള്ളികളുണ്ട് ഇവിടെ, അമ്പലങ്ങളും. അതും വിസിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് സമയത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഈ കാണുന്ന പോലത്തെ ഒരു കേവ് ആയിരുന്നു നായിഡ കേവ്. ഇത് നമ്മൾ ഓൺ ദ വേ നമ്മൾ കണ്ടതാണ്. പക്ഷേ നായിഡ കേവ് നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയില്ല. ഇവിടെ നിന്ന് നമ്മൾ അടുത്ത് പോകുന്നത് ഗിർ വനത്തിലേക്കാണ്. പോകുന്ന വഴിക്കേണ്ട ഒരു സ്റ്റേഡിയം ആണിത്. ദിയു ഞങ്ങൾക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ ഭക്ഷണമായാലും സ്ഥലങ്ങളായാലും എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമുക്ക് അടുത്തത് ഗിർ വനത്തിലെ കാഴ്ചകൾ കാണാം.